മുൻ DGPയും തിരുവനന്തപുരം നഗരസഭയിലെ കൗൺസിലറുമായ ശ്രീമതി ശ്രീലേഖ മത്സരം തുടങ്ങിയ കാലം തൊട്ട് തന്നെ, അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയ കാലം തൊട്ട് തന്നെ ഓരോരോ വിവാദങ്ങളിൽ എപ്പോഴും ഇടപെടുകയും ലൈവായിട്ട് ലൈം ലൈറ്റിൽ നിൽക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്നുള്ളതിൽ യാതൊരു സംശയവും. പല വിവാദങ്ങളും ഇതിനിടയ്ക്ക് അവർ കുത്തിപ്പൊക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ചും MLA PS പ്രശാന്തിന്റെ ഓഫീസ് റൂമിനെ സംബന്ധിച്ച്. അങ്ങനെ എപ്പോഴും മാധ്യമങ്ങളിലും മീഡിയയിലും നിറഞ്ഞു നിൽക്കാനുള്ള ഒരു ത്വര ഉള്ള അങ്ങനെ ഒരു അസുഖമുള്ള ഒരാളാണ് ശ്രീമതി ശ്രീലേഖ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോ പുതുതായിട്ട് അവതരിച്ചിരിക്കുന്നത് അവരുടെ ഒരു കഥ അവർ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ പ്രസിദ്ധീകരിച്ച ഒരു കഥ കോപ്പി അടിച്ച് ഒരാള് ദൃഢം എന്ന സിനിമ എടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ അവർക്ക് പരാതി ഉണ്ടെങ്കിൽ അത് പത്രമാധ്യമങ്ങളോടല്ല പറയേണ്ടത്. മുൻ DGP ആയിട്ടുള്ള IPS നേടി അവർക്ക് അറിയാം അതിന്റെ റെമഡി എവിടെയാണ് ചെയ്യേണ്ടത്. വീണ്ടും പറയുന്നു, അവർ അവരുടെ യൂട്യൂബ് ചാനലിൽ പബ്ലിഷ് ചെയ്ത ഒരു വീഡിയോ, ഒരു ഇന്റർവ്യൂ, അതൊരു സംഭവത്തെ പറ്റിയിട്ടുള്ള വീഡിയോ, അതിനെ അവലംബിച്ച് ഒരാള് മറ്റൊരു സിനിമ ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പൊ ഈ സിനിമയുടെ കഥയും ഈ നടന്ന സംഭവവുമായിട്ട് ബന്ധമുണ്ടെന്നിരിക്കെ ഒരു നടന്ന സംഭവവുമായിട്ട് ബന്ധപ്പെട്ട് ആർക്ക് വേണമെങ്കിലും ഒരു കഥ രൂപം നൽകുകയും അതിനനുസരിച്ചിട്ട് ഒരു സിനിമ എടുക്കാൻ സ്വാതന്ത്ര്യമുള്ള ഒരാളാണ്. അപ്പോ ഈ സ്ത്രീ ഇതിന് ശേഷം പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇതിൽ രണ്ടിലും കോമൺ ആയിട്ട് നായകനായിട്ടുള്ള ഷെയ്ൻ നിഗം എന്നുള്ള നായകനാണ്. അവരെ എപ്പോഴും സഹായിച്ച മറ്റൊരു പോലീസ് ഓഫീസറുമായിട്ട് ഈ ഷെയ്ൻ നിഗമിന് സാമ്യമുണ്ടെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഇവര് ചുരുട്ടിക്കൂട്ടി കൊണ്ടുവന്നത് എവിടത്തേക്കാണെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി വരുന്നു. എന്തായാലും ഷെയ്ൻ നിഗം ഈ സ്ത്രീക്കെതിരായിട്ട് മാനനഷ്ടത്തിന് കേസ് കൊടുക്കുമോ എന്നുള്ള കാര്യത്തിൽ മാത്രമേ നമുക്ക് സംശയമുള്ളൂ. നന്ദി, നമസ്കാരം.